കൊട്ടിഘോഷിക്കപ്പെട്ട കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ മാതൃക ചോദ്യം ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ് രണ്ടാം പിണറായി സർക്കാർ ആദ്യ 100 ദിനത്തിൽ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി. മുട്ടിൽ മരമുറിയും കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടും നിയമസഭാ കയ്യാങ്കളി കേസും വരും നാളുകളിലും സർക്കാരിന് തലവേദനയുണ്ടാക്കിയേക്കാം. പരിമിതികൾക്കിടയിലും സൗജന്യ കിറ്റും പെൻഷനും മുടക്കാതെയും പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചുമാണ് ജനങ്ങളെ ഒപ്പം നിർത്താൻ സർക്കാർ ശ്രമിച്ചത്. പ്രതിസന്ധികളെ അവസരമാക്കി മാറ്റിയാണ് ആദ്യ പിണറായി സർക്കാർ ജനങ്ങളുടെ വിശ്വാസം നേടിയത്. അതിന് ഏറ്റവും സഹായിച്ചത് ആദ്യ തരംഗത്തിൽ കോവിഡിനെ നേരിട്ട രീതിയായിരുന്നു. ആഗോളതലത്തിൽ പോലും പ്രശംസിക്കപ്പെട്ട ആ മാതൃക രണ്ടാം തരംഗത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടു. മറ്റു സംസ്ഥാനങ്ങളിൽ പലയിടത്തും ജനജീവിതം സാധാരണ നിലയിലായി കഴിഞ്ഞു. അപ്പോഴും രാജ്യത്തെ ഏറ്റവും ഉയർന്ന കോവിഡ് രോഗനിരക്കുമായി കേരളം ഭീതിയുടെ നിഴലിലാണ്. കോവിഡ് മരണം കണക്കാക്കുന്നതിലെ അശാസ്ത്രീയത ആരോഗ്യവകുപ്പിനെ സംശയമുനയിലാക്കി. തുടർച്ചയായ അടച്ചിടലിൽ ജീവിതം വഴിമുട്ടിയ കച്ചവടക്കാർ തെരുവിലിറങ്ങി. ജനം സർക്കാരിനെ പഴിച്ചു. പെറ്റി സർക്കാർ എന്ന് വിളിച്ച് പ്രതിപക്ഷം പരിഹസിച്ചു. രാഷ്ട്രീയമായും തിരിച്ചടികളുടെ കാലമായിരുന്നു പിണറായി സർക്കാരിന്. റവന്യൂ വനം വകുപ്പുകളെ പ്രതിസ്ഥാനത്ത് നിർത്തിയ മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ വ്യക്തമായ മറുപടി ഇനിയും സർക്കാർ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ധർമ്മടം ബന്ധം വെളിവായതോടെ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ആരോപണങ്ങൾ. പീഡന പരാതി ഒതുക്കി തീർക്കാൻ മന്ത്രി എ കെ ശശീന്ദ്രൻ ഇടപെട്ടെന്ന ആരോപണത്തിൽ നിന്ന് കഷ്ടിച്ചാണ് സർക്കാർ തടിതപ്പിയത്. പരാതിക്കാരിയോട് മോശമായി പെരുമാറിയ വനിതാ കമ്മീഷൻ അധ്യക്ഷയെ രാജിവയ്പ്പിച്ച് ആ പ്രശ്നവും ഒത്തുതീർത്തു. INL തമ്മിലടിയിൽ മന്ത്രി പോലും കയ്യേറ്റം ചെയ്യപ്പെട്ടത് സർക്കാരിന് നാണക്കേടായി. നിയമസഭാ കയ്യാങ്കളി കേസിന്റെ മുന്നോട്ട് പോക്ക് തെല്ലൊന്നുമല്ല പിണറായി സർക്കാരിനെ ആശങ്കപ്പെടുത്തുന്നത്. തുടർച്ചയായ സ്ത്രീ പീഡന മരണങ്ങൾ സംസ്ഥാനത്തിന്റെ യശസ്സിടിച്ചു. ചരിത്രത്തിലാദ്യമായി ഗവർണറുടെ ഉപവാസത്തിനും കേരളം സാക്ഷിയായി. ഭരണത്തുടക്കത്തിലെ മധുവിധു കാലത്തിന്റെ ആനുകൂല്യം ഈ സർക്കാരിന് ലഭിച്ചിട്ടില്ല. തുടർഭരണത്തിലൂടെ അധികാരം നിലനിർത്തി എന്നതുതന്നെയാണ് അതിനു കാരണം. ദുർഘടം നിറഞ്ഞ പാതയിലൂടെയായിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ 100 ദിനങ്ങൾ. സമീപഭാവിയിൽ സർക്കാരിനെ കാത്തിരിക്കുന്ന വെല്ലുവിളികളും ഏറെയാണ്. ജൂൺ 11 മുതൽ സെപ്റ്റംബർ 19 വരെയാണ് സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടി. ആ പദ്ധതികളുടെ പൂർത്തീകരണത്തിനാണ് പ്രഥമ പരിഗണനയും. കേരളയിലും നോളജ് എക്കോണമി മിഷനും പോലുള്ള ഫ്ലാഗ്ഷിപ്പ് പദ്ധതികൾ CPM-നെ പോലും ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇവയുൾപ്പെടെയുള്ള അഭിമാന പദ്ധതികളുടെ തുടക്കവും പൂർത്തീകരണവും വലിയ കടമ്പയായി സർക്കാരിന് മുന്നിലുണ്ട്. ഓണക്കിറ്റും ഓണസമ്മാനം എന്ന നിലയിൽ നൽകിയ 5680 കോടിയുടെ പാക്കേജും സർക്കാരിന് കൈയ്യടി നേടിക്കൊടുത്തു. കോവിഡ് രോഗം നിയന്ത്രിക്കാനായില്ലെങ്കിലും ശ്വാസം കിട്ടാതെ രോഗികൾ പിടഞ്ഞു മരിച്ച ഇതര സംസ്ഥാനങ്ങളിലെ ദയനീയത കേരളത്തിലുണ്ടായില്ല. വികസന കാര്യങ്ങളിൽ രാഷ്ട്രീയം മറന്ന് കേന്ദ്രവുമായി യോജിച്ചുള്ള മുന്നോട്ട് പോക്ക് വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് നൽകുന്നത്. കോവിഡിനെ പിടിച്ചുകെട്ടണം. അതുതന്നെയാണ് വരും മാസങ്ങളിൽ സർക്കാരിന് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി. പിന്നെ വികസന സ്വപ്നങ്ങളുടെ പൂർത്തീകരണവും. താരതമ്യേന പുതുമുഖങ്ങൾ നിറഞ്ഞ മന്ത്രിസഭ. കഴിഞ്ഞ തവണത്തേതിലും മൂർച്ച തോന്നിപ്പിക്കുന്ന പ്രതിപക്ഷം. പ്രതിബന്ധങ്ങൾ നിരവധിയാണ് പിണറായിക്ക് മുന്നിൽ. വി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. സിനിമാ നിർമ്മാതാവും പാചക വിദഗ്ധനുമായ നൌഷാദ് അന്തരിച്ചു. തിരുവല്ലയിലെ ബിലീവേഴ്സ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. 55 വയസ്സായിരുന്നു. കാഴ്ച, ചട്ടമ്പിനാട്, ബസ് ട്രാക്ടർ തുടങ്ങിയ ചിത്രങ്ങളുടെ നിർമ്മാതാവാണ്. ശശി നാരായണനാണ് ചേരുന്നത്. ശശി, അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള ആശങ്ക കഴിഞ്ഞ ദിവസമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ എപ്പോഴാണ് മരണം സ്ഥിരീകരിച്ചത്? എന്താണ് വിവരം? ഗോപി, കഴിഞ്ഞ 1 മാസമായി നൌഷാദ് തിരുവല്ലയിലെ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് കാൽമുട്ടിന് നേരത്തെ പരിക്കുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വെല്ലൂരിൽ ചികിത്സ നടത്തിയിരുന്നു. അതിനുശേഷം ഇടുപ്പിൽ നിന്നും പരിക്കൊക്കെ ഉണ്ടായതിനു ശേഷമാണ് അദ്ദേഹത്തെ തിരുവല്ലയിലെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹത്തിന് കടുത്ത പ്രമേഹ രോഗം ഉണ്ടാവുകയും വൃക്ക സംബന്ധമായ അസുഖം കൂടി സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ചികിത്സ നൽകി വരുന്നതിനിടയിലാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. പാചക വിദഗ്ധനും സിനിമാ നിർമ്മാതാവും ഒക്കെ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി കൂടിയാണ് നൌഷാദ്. ഏറെ നാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. TV അവതാരകനും ഒപ്പം കാറ്ററിംഗ് ഗ്രൂപ്പ് ചെയർമാനായിരുന്നു. നിരവധി സിനിമകളുടെ നിർമ്മാതാവ് കൂടിയാണ് നൌഷാദ്. ചട്ടമ്പിനാട്, കാഴ്ച, ബെസ്റ്റ് ആക്ടർ, സ്പാനിഷ് മസാല, പയ്യൻസ് തുടങ്ങിയ സിനിമകളുടെ നിർമ്മാതാവ് കൂടിയാണ് അദ്ദേഹം. എന്തായാലും ഈ പാചക രംഗത്ത് അദ്ദേഹത്തിൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി എന്നുകൂടി അദ്ദേഹത്തെ അറിയപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയുന്നത്. തിരുവല്ലയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ കുടുംബമുള്ളത്. ഇവിടെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്നേ ഉള്ളൂ. ഇതിനെ ഏറ്റവും കൂടുതൽ ദുഃഖകരമായ ഒരു കാര്യം, കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഹൃദയാഘാതം മൂലം മരിച്ചത്.
അതും ഈ ഒരു സാഹചര്യത്തിൽ വലിയ ദുഃഖമുള്ള ഒരു വാർത്തയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു സാഹചര്യം കൂടി അദ്ദേഹത്തെ അലട്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചിരിക്കുന്നു. ഒരു മകളാണുള്ളത്, നഷ്വ എന്നുള്ള ഏക മകളാണ് അദ്ദേഹത്തിനുള്ളത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചിരിക്കും. സംസ്കാര ചടങ്ങുകളെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ അല്പസമയത്തിന് തന്നെ ഉണ്ടാകും. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇപ്പോഴും ആശുപത്രി തന്നെയാണ് അല്ലേ? ആശുപത്രിയിലാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഉള്ളത്. എന്തായാലും സിനിമാ മേഖലയിലുള്ള ആളുകളൊക്കെ ഈ കാര്യങ്ങൾ അറിയുന്നതേ ഉള്ളൂ. എന്തായാലും ഈ പാചക മേഖലയിൽ മധ്യ തിരുവിതാംകൂറിൽ സാധാരണ ബിരിയാണി പോലെ ഒക്കെയുള്ള ആ പാചകത്തെ സംബന്ധിച്ച് വലിയ അറിവില്ലാത്ത സമയത്ത് പോലും അദ്ദേഹം അതിനെ വലിയ ഒരു ജനകീയമാക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ അദ്ദേഹം വലിയ പങ്കുവഹിച്ചിരുന്നു. വലിയ ഒരു വ്യക്തിത്വം കൂടിയാണ് നൗഷാദ്. നൗഷാദിന്റെ വിയോഗം വലിയ ഒരു നഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഗോപി, ശശിനാരായണൻ അവർ നൽകിയത്. 55 വയസ്സായിരുന്നു നൗഷാദ്. അദ്ദേഹം അന്തരിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസമായി ആരോഗ്യ പ്രശ്നങ്ങളാൽ അദ്ദേഹം അലട്ടിയിരുന്നു. ഗുരുതരാവസ്ഥയിലായിരുന്നു കഴിഞ്ഞ 2 ദിവസമായിട്ട്. ഇന്ന് രാവിലെയാണ് വിയോഗം സംഭവിച്ചത്. മലയാളത്തിന് നിരവധി ഹിറ്റ് ചിത്രങ്ങൾ നൽകിയ നിർമ്മാതാവാണ്. അതിനപ്പുറം പാചകരംഗത്ത് വേറിട്ട പരീക്ഷണങ്ങൾ നടത്തുകയും സ്വന്തമായൊരു സ്ഥാപനവും നിരവധി പേർക്ക് തൊഴിൽ നൽകുകയും ഒക്കെ ചെയ്ത ഒരു എൻ്റർപ്രണർ കൂടിയായിരുന്നു, സംരംഭകൻ കൂടിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ വേറിട്ട വഴികളിലൂടെ പോയ മലയാളിക്ക് സുപരിചിതനായ ഒരു വ്യക്തിത്വമാണ് ഇന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത്. നിരവധി സിനിമകൾ അദ്ദേഹത്തിൻ്റെതായി അദ്ദേഹത്തിൻ്റെ നിർമ്മാണത്തിൽ, സംരംഭത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. അത് പലതും മലയാളി ഇരുകയും നീട്ടി സ്വീകരിച്ച സിനിമകൾ തന്നെയാണ്. അതിൽ കാഴ്ച എടുത്തു പറയേണ്ട സിനിമ തന്നെയാണ്. ആ കാലഘട്ടത്തിലെ കാഴ്ചകളുടെ ശീലങ്ങളെ മാറ്റിയ, പുതിയ ആസ്വാദനം നൽകിയ ഒരു സിനിമയായിരുന്നു കാഴ്ച. ബ്ലസീഫ് സംവിധാനം ചെയ്ത വലിയ ഹിറ്റാവുകയും സിനിമയുടെ അതുവരെയുള്ള പോക്കിലും മുന്നോട്ട് പോക്കിലും വലിയ സംഭാവന നൽകുകയും ചെയ്ത ഒരു സിനിമയായിരുന്നു കാഴ്ച. ആ സിനിമയുടെ നിർമ്മാതാവ് ഇദ്ദേഹമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ചട്ടമ്പി നാടിലേക്കാണ് അദ്ദേഹം വരുന്നത്. അതും കോമഡി കൊണ്ട്, തമാശ കൊണ്ട് മലയാളി ഇരുകയും നീട്ടി സ്വീകരിച്ച സിനിമയാണ്. പാചകം പ്രമേയമാക്കി, പാചകം മാത്രമല്ല സ്പാനിഷ് മസാല, അതിലും പാചകക്കാരൻ്റെ കൂടി കഥയായിരുന്നു. ഏതായാലും അതും വലിയ ഹിറ്റായ സിനിമകളിലൊന്ന്. ശശി, ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളും എല്ലാം തന്നെ വളരെ ഹിറ്റുകളായിരുന്നു അല്ലേ? ആ അർത്ഥത്തിലും ജനപ്രിയനായിരുന്നു. ഗോപി, തീർച്ചയായും അദ്ദേഹം നിർമ്മിച്ച സിനിമകളെല്ലാം ഏറ്റവും എടുത്തു പറയുന്നത് 2005 അദ്ദേഹം നിർമ്മിച്ച ചിത്രത്തിന് നൗഷാദിന് ഒരു ഏറ്റവും നല്ല നിർമ്മാതാവിനുള്ള ബഹുമതി അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. എടുത്തു പറയേണ്ട കാര്യം, ഈ ചട്ടമ്പി നാടായാലും കാഴ്ചയായാലും ബെസ്റ്റാക്ടറായാലും സ്പാനിഷ് മസാലയായാലും ഇന്നും നമ്മൾ കാണുന്നതിന് വ്യത്യസ്തമായ ഒരു ചലച്ചിത്രമാണ് അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ളത്. ഇത് പ്രേക്ഷകർ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അക്കാര്യത്തിലൊക്കെ സിനിമാ രംഗത്തും തന്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വം കൂടിയായിരുന്നു നൗഷാദ്. പാചക മേഖലയിലാണ് അദ്ദേഹത്തിന്റെ വലിയ കഴിവുണ്ടായിരുന്നത്. കാരണം പാചക മേഖലയിൽ അന്ന് വരെ ഉണ്ടായിരുന്ന പരീക്ഷണങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിൽ TV-യിൽ അവതരിപ്പിച്ചുകൊണ്ട് ജനകീയമാക്കുന്നതിന് അദ്ദേഹം വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൂടാതെ കാർട്ടൂൺ ഗ്രൂപ്പ് ചെയർമാൻ നിലയ്ക്കും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. തിരുവല്ലയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ വലിയ കാര്യക്ഷമമായാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കൂടെ നിരവധി തൊഴിലാളികൾ, അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമായി സഹകരിച്ചു പോകുന്ന നിരവധി ആളുകൾ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ മേഖലയിൽ അദ്ദേഹത്തിന് കൂടുതൽ ജനകീയ മുഖമുണ്ടാക്കുന്നതിന് സഹായിച്ചിരുന്നു. എന്തായാലും ഒരു വലിയ വ്യക്തിത്വം തന്നെയാണ് നഷ്ടപ്പെട്ടത്. തിരുവല്ലയിലാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ ഉണ്ടായത്. കഴിഞ്ഞ കുറെ നാളുകളായി അദ്ദേഹത്തിന് വലിയ ശാരീരിക അവശതകൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. കടുത്ത പ്രമേഹവും ഇടുപ്പിലിനും അതുപോലെ തന്നെ കാൽമുട്ടിനും ഒക്കെ പരിക്കുണ്ടായതിനെ തുടർന്നാണ് വെല്ലൂരും തുടർന്ന് എറണാകുളത്തും അതിനുശേഷം 1 മാസം മുമ്പ് തിരുവല്ലയിലെ ബിലീവ് ചർച്ച് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. തുടർന്ന് ഇന്ന് മരണം സംഭവിക്കുകയും ചെയ്തത്. എന്റെ ഭാര്യയും ഈ അടുത്ത സമയത്താണ് ഹൃദയാഘാതം മൂലം വേർപെട്ടത്. ഇതൊക്കെ വലിയൊരു ദുഃഖം ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അത് ഉണ്ടായിരുന്നത്. എന്തായാലും മലയാള TV ചാനലുകൾക്കൊക്കെ സുപരിചിതനായ, സിനിമാ രംഗത്തും സുപരിചിതനായ നൗഷാദ് ഇപ്പോൾ വിടാൻ വാങ്ങിയിരിക്കുന്നു. ഗോപി, നൗഷാദിൻ്റെ മരണം, അതാണ് ഈ മണിക്കൂറിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്ത. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു. ഇപ്പോൾ നിർമ്മാതാവ് M. രഞ്ജിത്ത് ഈ ഘട്ടത്തിൽ നമ്മളോട് ചേരുന്നു. ശ്രീ രഞ്ജിത്ത്, നൗഷാദിൻ്റെ മരണം എങ്ങനെ ഓർക്കുന്നു താങ്കൾ ആ സുഹൃത്തിനെ? അയ്യോ, ഞങ്ങൾക്കൊക്കെ നമ്മുടെ ഒരു വലിയ സുഹൃത്തിനെയാണ് നഷ്ടപ്പെടുന്നത്. കാര്യം സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഉള്ള ഒരു വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ്. പ്രത്യേകിച്ച് ഞാൻ പത്തനംതിട്ടക്കാരനാണ്. അത് വളരെ കാലമായിട്ടുള്ള ഒരു അടുപ്പവും കാര്യങ്ങളും, പിന്നെ വളരെ സൗഹൃദം, എല്ലാവരുമായിട്ട് ഇത്ര സുഹൃത്ബന്ധം ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നില്ല. ഒരിക്കലും
ഒരിക്കലും ഒരു പൈസയുടെ പുറകെയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലോ ഒന്നും ആയിരുന്നില്ല നൗഷാദിന്. നൗഷാദിന് എല്ലാവർക്കും സന്തോഷമായിരുന്നു. ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലായാലും എല്ലാ തരത്തിലും. അങ്ങനെ സിനിമയിലേക്ക് വന്നപ്പോൾ കൂടുതൽ സൗകര്യമായിരുന്നു, എല്ലാവരുമായിട്ട് വളരെ അടുപ്പമായിരുന്നു. അതും ഇങ്ങനെ ഒരു വേർപാട് നമ്മളെ വേദനിപ്പിക്കുന്നെന്ന് പറയുന്നത് തൊട്ടു മുമ്പ് ഭാര്യയുടെ മരണവും അതറിയാതെയുള്ള അദ്ദേഹത്തിന്റെ മരണവും ആ കൊച്ചുകുട്ടിയുടെ കാര്യമൊക്കെ ആയിരിക്കുമ്പോൾ വളരെ വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. ഞങ്ങൾക്കൊക്കെ വളരെ താങ്ങാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു വിഷമമാണ് ഇതിലുള്ളത്. ശ്രീ രഞ്ജിത്ത്, ഞങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പാചകം, അത് മധ്യ തിരുവിതാംകൂറിലെ അത്തരം വിഭവങ്ങൾ അതിനെ ജനകീയമാക്കുക മാത്രമല്ല, അതൊരു വലിയ സംരംഭകൻ കൂടിയായിരുന്നു അദ്ദേഹം എല്ലാ അർത്ഥത്തിലും, അല്ലേ? പാചക മേഖലയിൽ വെച്ച് നോക്കുകയാണ്. അതെ അതെ അതെ. ശരിക്കും അദ്ദേഹം എന്ന് പറയുന്നത് നമ്മുടെ ഈ സൗത്ത് മുഴുവൻ അദ്ദേഹത്തിന്റെ ഒരു രുചി അറിയാത്തവരുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രമാത്രം അദ്ദേഹം ഒരിക്കലും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു പ്രോഫിറ്റ് മോട്ടീവ് അങ്ങനത്തെ ഒരാളായിരുന്നില്ല. ഭയങ്കരമായിട്ട് ആളുകളുടെ സന്തോഷത്തിന് വേണ്ടിയായിരുന്നു എല്ലാ കാര്യങ്ങളും. അപ്പൊ അങ്ങനെ ഒരു ആള് ഇത്രയും ഒരു നമ്മുടെ ഒരു മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരാള് ഏത് തരത്തിലായാലും, സുഹൃത്തായിട്ടായാലും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഇതെല്ലാം ഈ ഒരു ചെറിയ പ്രായത്തില് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുക എന്ന് പറയുന്നത് വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു. അതും താങ്കൾ ഈ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം മേടിച്ചെന്ന് പറയുമ്പോൾ ഞാനും അതിൽ പെടും. അദ്ദേഹത്തിന്റെ രുചി ആസ്വദിച്ചിട്ടുള്ളതാണ്. ഒരു നല്ല ഭക്ഷണം പോലെ ജീവിതത്തെ ആസ്വദിച്ചൊരു മനുഷ്യനായിരുന്നു. പക്ഷേ അല്ലേ, അങ്ങനെ ആലോചിക്കുമ്പോൾ അതെ 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 അത്ര ഒരു നല്ല സുഹൃത്തിനെയാണ് എല്ലാ രംഗത്തുള്ളത്. വളരെ നല്ലൊരു സുഹൃത്തിനെ, ഒരു നല്ല നിർമ്മാതാവിനെയാണ് നഷ്ടപ്പെട്ടത്. ബെസ്റ്റ് ആക്ടർ പോലുള്ള നല്ല സിനിമകൾ, കാഴ്ച പോലെയുള്ള നല്ല സിനിമകൾ എടുത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ കൂടെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ശരി, ശ്രീ എം രഞ്ജിത്ത്, ഏതായാലും താങ്കൾ അങ്ങോട്ട് തിരിച്ചോ, അവിടെ പോകുന്നുണ്ട്? എങ്ങനെയാ? ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയിലാണ്. ഓക്കെ, നന്ദി. ശശി, സഹപ്രവർത്തകരും ഇപ്പോൾ രഞ്ജിത്ത് പറഞ്ഞ പോലെ തന്നെ കൂട്ടുകാരുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ അത് അസംഖ്യമായിരിക്കും ഇദ്ദേഹത്തിന്. അദ്ദേഹത്തെ ഒരിക്കൽ പരിചയപ്പെട്ടവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായിരിക്കും. അപ്പോൾ ആൾക്കാർ എത്തിത്തുടങ്ങിയോ? അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വല്ലതും ഉണ്ടോ? സിനിമാ മേഖലയിലുള്ളവരാണെങ്കിലും ബാക്കി സുഹൃത്തുക്കളാണെങ്കിലും ഇനിയുള്ള നടപടി എങ്ങനെയൊക്കെയാണെന്നുള്ളത് ശശി? ഗോപി, തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ ഉള്ളത്. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഈ ആശുപത്രിയിൽ തന്നെ ഉണ്ടായിരുന്നു. വളരെ അതീവ ഗുരുതരാവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ ഈ ആരോഗ്യസ്ഥിതി ഉണ്ടായിരുന്നത്. അത് വെന്റിലേറ്ററിലായിരുന്നു പൂർണ്ണമായും. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ അദ്ദേഹത്തിനോടൊപ്പം. ഇപ്പം ഈ പ്രതീക്ഷ ഇവിടെയുള്ളതാണ്. ഈ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കും. എന്തായാലും എവിടെ ആയിരിക്കും, തിരുവല്ല കുടുംബത്തിൽ തന്നെയാണോ എന്നുള്ള കാര്യത്തെ കുറിച്ച് തീരുമാനമായിട്ടുള്ള അത് അല്പസമയം അറിയും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ബഷീർ അടക്കമുള്ള സംവിധായകർ ഇപ്പോൾ അദ്ദേഹത്തെ കാണാനായി എത്തിയിട്ടുണ്ട്. എന്തായാലും ഇനി വരുന്ന മണിക്കൂറിലായിരിക്കും അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുക. ശശി ഏതായാലും അവിടെ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. പാചക വിദഗ്ധൻ, സിനിമാ നിർമ്മാതാവ്, ഒരിക്കലെങ്കിലും പരിചയപ്പെട്ടവരുടെ നല്ല കൂട്ടുകാരൻ നൗഷാദ് അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നു. ഒരു സങ്കടകരമായ വിടവാങ്ങലായിപ്പോയി. 55 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭാര്യ കഴിഞ്ഞ ആഴ്ച ഹൃദയാഘാതം വന്ന് മരിക്കുകയും ചെയ്തിരുന്നു. ഒരു കുഞ്ഞാണ് അദ്ദേഹത്തിനുള്ളത്. ഏതായാലും ഒരുപാട് പേരുടെ ഇഷ്ടം, അത് പാചകം കൊണ്ടാണെങ്കിലും സംരംഭം കൊണ്ടാണെങ്കിലും സിനിമകൾ കൊണ്ടാണെങ്കിലും നേടിയ, ജീവിതത്തെ നന്നായി തന്നെ കണ്ട ഒരു നല്ല മനുഷ്യൻ അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. തുടർന്നു. സർക്കാരിന്റെ കോവിഡ് പ്രതിരോധം പാളിയെന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. രണ്ടാം തരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ചില അനാവശ്യ വിവാദങ്ങൾ ഉയർന്നു വരുന്നു എന്നും അദ്ദേഹം ചിന്തയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. വിവരങ്ങളുമായി വി അരുണാണ് ചേരുന്നത്. അരുൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ചിന്തയിലെ ലേഖനത്തിൽ കോവിഡ് കാലത്ത് സർക്കാർ ചെയ്ത കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറയുന്നത്. പ്രത്യേകിച്ചും കോവിഡ് പ്രതിരോധത്തിൽ സർക്കാരിന്റെ മാതൃക പൂർണ്ണ വിജയമാണെന്ന് മുഖ്യമന്ത്രി ലേഖനത്തിൽ പറയുന്നു. കോവിഡ് പ്രതിരോധത്തിൽ നമ്മുടെ മാതൃക തെറ്റാണെന്ന് പലരും പറയുന്നു. പിന്നെ ഏത് മാതൃകയാണ് നാം സ്വീകരിക്കേണ്ടതാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. കേരളത്തിൽ ഒരാൾ പോലും ഓക്സിജൻ കിട്ടാതെ മരിച്ചിട്ടില്ല. കേരളത്തിൽ ആർക്കും ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാകാതിരിക്കുകയോ അടിയന്തര ഘട്ടങ്ങളിൽ ആശുപത്രി കിടക്ക ലഭ്യമാകാതിരിക്കുകയോ ചെയ്തിട്ടില്ല. ഇത് കേന്ദ്രത്തിന്റെ 3 സീറോ പ്രിവലൻസ് സർവേകളും ഇത് സാധൂകരിക്കുന്നു. 3ലും ഏറ്റവും കുറവ് ആളുകൾ രോഗബാധയുണ്ടായ സംസ്ഥാനം കേരളമാണ്. വാക്സിനേഷന്റെ കാര്യത്തിലും കേരളം മാതൃക കാട്ടി. ഒറ്റത്തുള്ളി വാക്സിൻ പോലും നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഓരോ ശേഷിച്ച ഡോസ് കൂടി ഉപയോഗിച്ച് കൂടുതൽ പേരെ വാക്സിൻ. ഇത്തരത്തിൽ
സർക്കാർ ചെയ്ത കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇതല്ല ശരിയെങ്കിൽ ഈ മാതൃകയാണ് കേരളം പിന്തുടരേണ്ടതെന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. വിവരനാണ് വിവരങ്ങൾ നൽകിയത്. കോവിഡ് പ്രതിരോധത്തിൽ സർക്കാരിനെതിരെ വേറിട്ട പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ റോഡ് സൈഡ് ICU എന്ന പേരിലായിരുന്നു പ്രതിഷേധം. അതേസമയം പരിപാടിക്ക് ആംബുലൻസ് ഉപയോഗിച്ചതിനെതിരെ പ്രതിഷേധവുമായി മറ്റൊരു കൂട്ടരുമെത്തി. പ്രിയപ്പെട്ട ഷാജി ബച്ചേരി, ഉമറലി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ചാറ്റൽ മഴ വകവയ്ക്കാതെയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പാതയോരത്തെ പ്രതിഷേധം. ആംബുലൻസും ചക്രക്കസേരയും കട്ടിലിൽ രോഗിയും ഓക്സിജൻ സിലിണ്ടറും ഗ്ലൂക്കോസ് ട്യൂബും എല്ലാം പാതയോരത്ത് നിരന്നു. KPCC സെക്രട്ടറി VS ജോയി ആയിരുന്നു ഉദ്ഘാടകൻ. കോവിഡ് രംഗത്ത്, പ്രതിരോധ രംഗത്ത് കൃത്യമായ പാളിച്ച വന്നിരിക്കുന്നു. നമുക്ക് കോവിഡ് കാര്യങ്ങൾ പിണറായി വിജയനും ഇടതുപക്ഷവും കൈകാര്യം ചെയ്യുമ്പോൾ ന്യായമായും ബലമായും നമ്മൾ സംശയിച്ചു പോവുകയാണ്. ഈ ഗവൺമെന്റ് കോവിഡിനെ സ്നേഹിക്കുകയാണോ? മഴയുടെ ശക്തി കൂടും മുൻപ് പ്രതിഷേധ പരിപാടി നിർത്തി. പക്ഷെ അപ്പോഴാണ് പരിപാടിക്കെതിരെ പ്രതിഷേധവുമായി ഒരാളെത്തിയത്. സർക്കാരിനെ വിമർശിച്ചപ്പോൾ കലിപ്പ് കയറിയ ഇടതുപക്ഷ പ്രവർത്തകർ ആരെങ്കിലും ആകുമെന്നാണ് എല്ലാവരും ആദ്യം കരുതിയത്. എന്നാൽ മലപ്പുറം ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റായ മുനീറായിരുന്നു അത്. പ്രതിഷേധ പരിപാടിയിൽ ആംബുലൻസ് ഉപയോഗിച്ചതാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത്. ഏത് പാർട്ടിന്റെ പരിപാടിയാണെങ്കിലും ആംബുലൻസ് ഇമാതിരി ഇതിനെ ഉപയോഗിക്കരുതെന്ന് നമ്മൾ പറയുന്നുള്ളൂ. ഞാൻ ആംബുലൻസ് ഓണേഴ്സ് ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റാണ്. ആ നിലയ്ക്ക് നമ്മൾ പ്രതിഷേധം രേഖപ്പെടുത്തിയാണ്. നിങ്ങൾ എമർജൻസി വെഹിക്കിള് അതിനു വേണ്ടി ഉപയോഗിക്കാം, അല്ലാണ്ട് അവരെ കൊടിയും കാര്യങ്ങളും കയറ്റാൻ വേണ്ടി ഉപയോഗിക്കരുത്. പരിപാടി കഴിഞ്ഞാണ് പ്രതിഷേധമുണ്ടായത് എന്നതുകൊണ്ട് കൂടുതൽ തർക്കത്തിന് യൂത്ത് കോൺഗ്രസ് നിന്നില്ല. ന്യൂസ് 18 മലപ്പുറം. സമരങ്ങളിൽ വ്യത്യസ്ത കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് ഓരോ യുവജന സംഘടനകളും. കോവിഡാനന്തര ചികിത്സയ്ക്ക് പണം ഈടാക്കാനുള്ള തീരുമാനത്തിനെതിരെ കോട്ടയത്തെ യൂത്ത് കോൺഗ്രസ് സമരം ഇങ്ങനെയായിരുന്നു. സമരം എങ്ങനെ വ്യത്യസ്തമാക്കാം? ആലോചനയ്ക്കൊടുവിൽ യൂത്ത് കോൺഗ്രസിന്റെ ആശയമാണ് ഈ ആംബുലൻസിൽ വരുന്നത്. അതെ, കോവിഡാനന്തരം സൗജന്യ ചികിത്സയില്ലെന്ന സർക്കാർ തീരുമാനമാണ് യൂത്ത് കോൺഗ്രസ് കളക്ടറേറ്റിന് മുന്നിൽ അവതരിപ്പിച്ചത്. പുതിയ ആശയത്തിന് നേതൃത്വത്തിന്റെ അംഗീകാരം. പണമുള്ളവർക്ക് വേണ്ടി മാത്രം ഇവിടെ പ്രവർത്തിക്കുന്ന രൂപത്തിലേക്ക് ചികിത്സാ രംഗം പോകരുത്, അതാണ് ഇതിന്റെ ലക്ഷ്യം. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെയും സഹപ്രവർത്തകരുടെയും എല്ലാവരുടെയും നേതൃത്വത്തിൽ ജനമനസാക്ഷിയെ ഉണർത്തുന്ന ഈ നടപടിക്ക് നേതൃത്വം കൊടുത്ത നിങ്ങളെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. എന്നാൽ സമരത്തിന് പിന്നിലെ കുഴപ്പങ്ങൾ സഹിക്കാൻ കോട്ടയത്തെ DYFIക്കാർ തയ്യാറല്ല. ആംബുലൻസിൽ സൈറൻ ഇട്ടതു മുതൽ കളക്ടർക്ക് നൽകിയ പരാതിയിൽ DYFI കുറ്റങ്ങൾ എണ്ണി പറയുന്നു. ജനങ്ങളെ പരിഭ്രാന്തിയിലാക്കിക്കൊണ്ട്, നഗരത്തെ ഗതാഗത കുരുക്കിലാക്കിക്കൊണ്ട്, സൈറൻ ഇട്ടുകൊണ്ട് എമർജൻസി ആവശ്യത്തിന് ഉപയോഗിക്കേണ്ട ആംബുലൻസ് ദുരുപയോഗം ചെയ്യുന്ന ഈ സംഘടനയ്ക്കെതിരായി, അതിൻ്റെ ആംബുലൻസിൻ്റെ ഉടമയ്ക്കെതിരായി നിയമ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് കളക്ടർക്ക് DYFI പരാതി നൽകിയിട്ടുണ്ട്. അതിനെതിരായി ശക്തമായ നിയമ നടപടികൾ ഉണ്ടാവണമെന്ന് DYFI ആവശ്യപ്പെടുകയാണ്. രംഗത്തിൽ അഭിനയിച്ച് തകർത്ത കോവിഡ് രോഗി സമരം തീർന്നതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ വഴിയാധാരമായി. ഒടുവിൽ യൂത്ത് കോൺഗ്രസുകാർ തന്നെ തിരിച്ചു ചുമന്ന് ആംബുലൻസിലേക്ക്. ഏതായാലും നല്ല ലക്ഷ്യങ്ങൾക്കായി ചെയ്ത സമരം ഒടുവിൽ പുലിവാൽ പിടിക്കുമോ എന്ന് കാത്തിരുന്നു കാണണം. ക്യാമറമാൻ ഇമ്മാനുൽ തോമസിനൊപ്പം G ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. നവകേരളം സുസ്ഥിരവും വികസനവും എല്ലാവർക്കും ഉൾക്കൊള്ളുന്നതുമായിരിക്കുമെന്ന് പിണറായി സർക്കാരിന്റെ 100ാം ദിന സന്ദേശത്തിൽ മുഖ്യമന്ത്രി. വൈജ്ഞാനിക സമ്പദ്ഘടനയായും നൂതന സമൂഹമായും കേരളത്തെ വാർത്തെടുക്കുകയാണ് ലക്ഷ്യം. പരമാവധി ആളുകൾക്ക് വാക്സിനേഷൻ ലഭ്യമാക്കുന്നതിനാണ് കോവിഡ് ഘട്ടത്തിൽ പ്രാധാന്യം നൽകുന്നത്. ആത്മാഭിമാനത്തോടെ എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കാനുള്ള പദ്ധതികൾ പൂർത്തീകരണത്തോട് അടുക്കുകയാണെന്നും മുഖ്യമന്ത്രി പറയുന്നു. കാർഷിക വ്യാവസായിക സേവന മേഖലകളിൽ വലിയ മാറ്റത്തിനും വമ്പിച്ച കുതിപ്പിനും ഉതകുന്ന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നതെന്ന് മന്ത്രി MV ഗോവിന്ദൻ പറഞ്ഞു. വികസന പ്രവർത്തനങ്ങൾക്ക് കോവിഡ് തടസ്സമാവില്ല. തദ്ദേശ സ്ഥാപനങ്ങൾ വഴി 20 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മയക്കുമരുന്ന് തടയാൻ ഫലപ്രദമായ ഇടപെടൽ നടത്തും. എക്സൈസിന്റെ ഭാഗമായി ചിലർ തെറ്റായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. അത് സർക്കാർ അനുവദിച്ചു കൊടുക്കില്ല എന്നും MV ഗോവിന്ദൻ ന്യൂസ് 18നോട് പറഞ്ഞു.
ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഏതാണ്ട് ഒരു 10-20 ലക്ഷം ആളുകൾ കേരളത്തിലുണ്ട്. അവർക്ക് ജോലി അവരുടെ വീട്ടിൽ നിന്നും തൊട്ടടുത്ത പ്രദേശത്തു നിന്നും ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള പദ്ധതി ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. 10-20 ലക്ഷം ആളുകൾക്ക് ജോലി നൽകുന്ന വളരെ ക്രിയാത്മകമായ പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞു. വിവിധ രീതിയിലുള്ള മയക്കുമരുന്നുകളുണ്ട്. ഇതൊക്കെ നാട്ടിൽ ഒഴുകിയിരുന്നുവെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഇപ്പം നല്ല രീതിയിലുള്ള ചെക്കിങ്ങും അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതിനിടയിലും എക്സൈസിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ചിലർ തികച്ചും തെറ്റായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. അവരെയൊന്നും ഒരു തരത്തിലും ഈ ഗവൺമെൻറ് അവർക്ക് യഥേഷ്ടം എന്തും ചെയ്യാം എന്ന നിലപാടിൽ അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. കർശനമായ നിലപാട് സ്വീകരിക്കും. സഹകരണ മേഖലയ്ക്ക് അഭിമാനകരമായ 100 ദിവസങ്ങളാണ് കടന്നുപോകുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ. 5 പദ്ധതികളാണ് രണ്ടാം പിണറായി സർക്കാർ സഹകരണ മേഖലയിൽ പ്രഖ്യാപിച്ചത്. ഈ 5 പദ്ധതികളും പുരോഗമിക്കുകയാണെന്നും മന്ത്രി ന്യൂസ് 18 പറഞ്ഞു. സഹകരണ മേഖലയ്ക്ക് ഈ കാലയളവിൽ അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞിരിക്കുന്നുവെന്ന് എടുത്ത് സൂചിപ്പിക്കുകയാണ്. ഞങ്ങൾ 5 കാര്യങ്ങളാണ് 100 ദിവസങ്ങൾക്കുള്ളിൽ പ്രഖ്യാപിച്ചത്. ആ 5 പദ്ധതികളും പൂർത്തിയാവുകയാണ്. ഒന്ന്, 25 യുവാക്കളുടെ സഹകരണ സംഘം സ്റ്റാർട്ടപ്പാണ് ഉദ്ദേശിക്കുന്നത്. ആ 25 സഹകരണ സംഘം രജിസ്റ്റർ ചെയ്ത് ഈ 6-ാം തീയതി ഉദ്ഘാടനമാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ വിദ്യാതരംഗിണി വായ്പാ പദ്ധതി വിദ്യാഭ്യാസം ഡിജിറ്റലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി പലിശരഹിത വായ്പ പ്രഖ്യാപിച്ചു. ഇപ്പോൾ 73 കോടി രൂപ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന്, വനിതകളുടെ സഹകരണ സംഘം 12 എണ്ണം ഞങ്ങൾ തുടക്കം കുറിച്ചു. നിരവധി തൊഴിലവസരങ്ങളുണ്ടാക്കി. PP കിറ്റ്, സാനിറ്റൈസർ, ഹാൻഡ് വാഷ്, മാസ്ക് ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന വനിതാ സഹകരണ സംഘം യൂണിറ്റ് 12 എണ്ണം തുടങ്ങുമെന്ന് പറഞ്ഞ് 12 തുടങ്ങി 100 ദിവസത്തിനുള്ളിൽ. അതേപോലെ തന്നെ നെല്ല് സംഭരണം, സംസ്കരണം, വിപണനം ഇതിന് 2 സംഘങ്ങൾ രജിസ്റ്റർ ചെയ്യുമെന്ന് പറഞ്ഞു. 2ഉം രജിസ്റ്റർ ചെയ്തു. അതോടൊപ്പം തന്നെ SC/ST സംഘങ്ങൾ പുനരുദ്ധരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. മറ്റൊന്ന്, ഈ കാലയളവിൽ 9745 തൊഴിലവസരങ്ങൾ സഹകരണ മേഖലയിൽ ഇതിനോടകം ഉണ്ടായി. 100 ദിവസത്തെ കർമ്മപരിപാടിയിൽ 10,000 മാറും. DCC അധ്യക്ഷന്മാരുടെ പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചേക്കും. പുതുക്കിയ പട്ടിക സോണിയാഗാന്ധിക്ക് കൈമാറി. നേരത്തെ KPC അധ്യക്ഷൻ സമർപ്പിച്ച പട്ടികയിൽ മാറ്റങ്ങൾ വരുത്തിയാണ് സോണിയാഗാന്ധിക്ക് പുതുക്കിയ പട്ടിക കൈമാറിയത്. KP അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, വിശദാംശങ്ങൾ അതൊക്കെയാണ്. ഗോപികൃഷ്ണൻ, കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ ഡൽഹിയിലെത്തി ചർച്ചകൾ നടത്തി. അതിനുശേഷം മാറ്റങ്ങൾ വരുത്തിയ ഒരു പട്ടിക സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ, അതോടൊപ്പം തന്നെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവർക്ക് കൈമാറിയിരുന്നു. ഈ പട്ടികയിൽ വീണ്ടും കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷമാണ് ചില വെട്ടിത്തിരുത്തലുകൾ വരുത്തിയിട്ടുള്ളത്. ആ പട്ടികയാണ് ഇപ്പോൾ സോണിയാഗാന്ധിയുടെ മുന്നിൽ ഉള്ളത്. പക്ഷേ ഇപ്പോഴും ഗ്രൂപ്പ് നേതാക്കളുടേത് ഉൾപ്പെടെയുള്ള സമ്മർദ്ദങ്ങൾ ശക്തമാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരുപക്ഷെ ബെന്നി ബെഹനാൻ ഡൽഹിയിൽ എത്തുകയും അങ്ങനെ എ ഗ്രൂപ്പിന് വേണ്ടിയുള്ള ചില ചർച്ചകൾ ഏറ്റവും ഒടുവിലായി നടക്കും എന്നുമുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആലപ്പുഴ, കൊല്ലം, ഇടുക്കി, വയനാട് പോലെയുള്ള ജില്ലകളിലെ ഇപ്പോഴത്തെ പേരുകളിലും മാറ്റമുണ്ടായേക്കും എന്ന സൂചനകളുമുണ്ട്. ഇത്തരത്തിൽ സമ്മർദ്ദങ്ങൾ എല്ലാ കോണുകളിൽ നിന്ന് ഇപ്പോഴും തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ആ സമ്മർദ്ദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയാൻ ഹൈക്കമാൻഡിന് സാധിക്കുകയുമില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും സോണിയാഗാന്ധിയുടെ മുന്നിലുള്ള പട്ടികയിൽ സ്ത്രീകളുടെ എണ്ണത്തിലടക്കം ഇപ്പോഴും കുറവ് ഉണ്ട്. പ്രത്യേകിച്ച് തൃശൂരിൽ മാത്രമാണ് ജോസ് വെള്ളൂരിന്റെയും അതോടൊപ്പം തന്നെ നിജിയുടെയും പേരുകൾ ഉള്ളത്. മറ്റ് മറ്റ് ജില്ലകളിലൊന്നും തന്നെ വനിതാ പ്രാതിനിധ്യമില്ല. യുവാക്കളുടെ ഇടയിലേക്ക് VS ജോയ് കൂടി കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മാറ്റം. അതോടൊപ്പം തന്നെ ഈ ജാതി മത സമവാക്യങ്ങൾ പൊരുത്തപ്പെടുത്തുന്നതിനു വേണ്ടി നേരത്തെ തയ്യാറാക്കിയ പട്ടികയിൽ നിന്നും നിരവധി പേരുകൾ മാറ്റി പുതുതായി നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കോട്ടയത്ത് അടക്കം നേരത്തെ നാട്ടക സുരേഷിന്റെ പേരായിരുന്നുവെങ്കിൽ അത് മാറിയ സാഹചര്യമുണ്ട്. ഇങ്ങനെ വലിയ മാറ്റങ്ങളോട് കൂടിയുള്ള പട്ടിക തന്നെയാണ് ഇപ്പോൾ സോണിയാഗാന്ധിക്ക് മുന്നിൽ ഉള്ളത് എങ്കിൽ പോലും അതിലും വെട്ടിത്തിരുത്തലുകൾ ഉണ്ടായേക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് പട്ടിക ഇറങ്ങും എന്ന് പ്രതീക്ഷിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ ഈ സമ്മർദ്ദം ശക്തമായാൽ പട്ടികയിൽ മേൽ അന്തിമ തീരുമാനമെടുക്കുന്നത് വൈകിയേക്കാം. അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് ഛത്തീസ്ഗഡിലെയും അതോടൊപ്പം തന്നെ പഞ്ചാബിലെയും കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ. ഛത്തീസ്ഗഡിൽ നിന്ന് അടക്കം ഇന്ന് നേതാക്കൾ കൂടിക്കാഴ്ചയ്ക്കായി പുറപ്പെടുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട്
പട്ടിക അത്തരം വിഷയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയാണെങ്കിൽ പട്ടിക വീണ്ടും വൈകുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ശരി. മലപ്പുറം DCC അധ്യക്ഷനെ തീരുമാനിക്കുന്നതിൽ തർക്കം രൂക്ഷം. ആര്യാടൻ ഷൗക്കത്തിനും VS ജോയിക്കും വേണ്ടി ജില്ലയിലെ AI ഗ്രൂപ്പുകൾ ചേരിതിരിഞ്ഞതോടെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ്. DCC അധ്യക്ഷനായിരുന്ന VV പ്രകാശിന്റെ അപ്രതീക്ഷിത വിയോഗമാണ് പാർട്ടിയെ മറ്റൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത്. ഇത് മറികടക്കാൻ KPCC ജനറൽ സെക്രട്ടറി VS ജോയിയെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ആര്യാടൻ വിരുദ്ധ വിഭാഗം. മുൻപ് VV പ്രകാശിന്റെ കൂടെയുണ്ടായിരുന്നവരാണ് VS ജോയിക്കൊപ്പമുള്ളത്. ഐ ഗ്രൂപ്പ് ഇരുവിഭാഗമായി പിരിഞ്ഞ് ആര്യാടൻ ഷൗക്കത്തിനെയും ജോയിയെയും പിന്തുണയ്ക്കുകയാണ്. PT അജയ് മോഹൻ, റഷീദ് പറമ്പൻ തുടങ്ങി രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗം ആര്യാടൻ ഷൗക്കത്തിനെയാണ് പിന്തുണയ്ക്കുന്നത്. മറുവശത്ത് AP അനിൽകുമാറും AM രോഹിതും അടങ്ങുന്ന KC വേണുഗോപാൽ പക്ഷം VS ജോയിക്കൊപ്പവും. പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന E മുഹമ്മദ് കുഞ്ഞിയും VV പ്രകാശിന്റെ വിശ്വസ്തരായിരുന്ന A ഗ്രൂപ്പിലെ ഭൂരിപക്ഷം പേരും VS ജോയിക്കൊപ്പമാണ്. A ഗ്രൂപ്പിലെ ഒരു വിഭാഗം ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം AP അനിൽകുമാറിനെതിരെ പോസ്റ്റർ ഉയർന്നതോടെയാണ് ഗ്രൂപ്പ് തർക്കം പരസ്യമായത്. ന്യൂസ് 18 മലപ്പുറം. തൃക്കാക്കര നഗരസഭയിലെ പണക്കിഴി വിവാദം മാളിക്കത്തുന്നതിനിടെ ഇന്ന് അടിയന്തര കൌൺസിൽ യോഗം ചേരും. വിവാദങ്ങൾക്ക് ശേഷം നഗരസഭയിൽ കാര്യമായി എത്താതിരുന്ന ചെയർപേഴ്സൺ എത്തുമ്പോൾ നാടകീയ രംഗങ്ങൾ ഉണ്ടായേക്കാം. സംഭവത്തിൽ നിർണായകമായ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചതായും ആരോപണമുണ്ട്. നഗരസഭയുടെ സ്പിൽ ഓവർ പദ്ധതികളുമായി ബന്ധപ്പെട്ട അടിയന്തര കൌൺസിലാണ് ഇന്ന് ചേരുന്നത്. എന്നാൽ നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകാൻ ചെയർപേഴ്സണെ അനുവദിക്കില്ലെന്ന സൂചനകളാണ് പ്രതിപക്ഷം നൽകുന്നത്. കൌൺസിലിന്റെ അകത്തും പുറത്തും പ്രതിഷേധം അലയടിക്കും. പണക്കിഴി വിവാദത്തിലെ നിർണായക തെളിവായ CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടെന്ന ആരോപണവുമായി പ്രതിഷേധം രംഗത്തെത്തിയിട്ടുണ്ട്. ചെയർപേഴ്സന്റെ മുറിയിലടക്കം റെക്കോർഡിംഗ് നടക്കുന്നില്ലെന്ന് പരിശോധനയിൽ വ്യക്തമായതായി കൌൺസിലർമാർ പറയുന്നു. ചെയർപേഴ്സൺ കഴിഞ്ഞ ദിവസം തന്റെ ക്യാബിനകത്ത് എത്തിച്ചേർന്നതിന് ശേഷം തൃക്കാക്കരയിലെ നഗരസഭയിലെ മുഴുവൻ CCTV ക്യാമറകളും പ്രവർത്തനരഹിതമായിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, തൃക്കാക്കര നഗരസഭയിൽ ചെയർപേഴ്സൺ 10,000 രൂപ നൽകിയതിൻ്റെ മുഖ്യ തെളിവ് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പണക്കിഴിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക പരിശോധന വിജിലൻസ് ഉടൻ ആരംഭിച്ചേക്കും. പരാതി ലഭിച്ചതായും ശക്തമായ നടപടികൾ എടുക്കുമെന്നും വിജിലൻസ് ഡയറക്ടർ ന്യൂസ് 18നോട് പറഞ്ഞിരുന്നു. നഗരസഭയിലെ അനധികൃത നിയമനങ്ങൾ, തോട് നവീകരണം, ഭക്ഷ്യക്കിറ്റ് വിതരണം എന്നിവയുമായി ബന്ധപ്പെട്ട 3 പരാതികളിലും വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. മുസ്ലിം ലീഗ് ഒത്തുതീർപ്പ് തീരുമാനം തള്ളി MSF വിദ്യാർത്ഥിനി സംഘടന ഹരിത. വനിതാ കമ്മീഷൻ നൽകിയ പരാതി പിൻവലിക്കേണ്ടെന്നാണ് ഹരിതയുടെ തീരുമാനം. PK നവാസിനെതിരെ നടപടി ഖേദപ്രകടനത്തിൽ മാത്രം ഒതുക്കിയതിൽ സംഘടനയിൽ പ്രതിഷേധം ശക്തമാണ്. അതേസമയം നവാസിനെതിരെ നടപടിയെടുക്കാനുള്ള മുസ്ലിം ലീഗ് തീരുമാനം അവസാന നിമിഷം അട്ടിമറിക്കപ്പെട്ടു എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. വനിതകളെ അധിക്ഷേപിച്ചതിന് MSF നേതാക്കൾ ഖേദപ്രകടനം നടത്തുമെന്നും ഹരിത വനിതാ കമ്മീഷന് നൽകിയ പരാതി പിൻവലിക്കുമെന്നുമായിരുന്നു മുസ്ലിം ലീഗ് വാർത്താക്കുറിപ്പ്. ഇതോടെ ഹരിത പ്രശ്നം ഒത്തുതീർപ്പായെന്നും വിശദീകരിക്കപ്പെട്ടു. എന്നാൽ വനിതാ കമ്മീഷന് നൽകിയ പരാതി പിൻവലിക്കേണ്ടെന്നാണ് ഹരിത തീരുമാനം. MSF പ്രസിഡന്റ് PK നവാസിനെതിരെ നടപടിയെടുക്കാതെ പരാതി പിൻവലിക്കാനാകില്ലെന്നായിരുന്നു അവസാന യോഗത്തിലും ഹരിത എടുത്ത നിലപാട്. ഇത് അംഗീകരിക്കാതെ ലീഗ് നേതൃത്വം ഉണ്ടാക്കിയത് ഏകപക്ഷീയമായ ഒത്തുതീർപ്പാണെന്ന വിമർശനമാണ് ഹരിതയിൽ ഉയരുന്നത്. ഒത്തുതീർപ്പ് വിശദീകരിക്കാൻ മുസ്ലിം ലീഗ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ MSF നേതാക്കൾ ബോധപൂർവം പിഴവ് വരുത്തിയതല്ലെന്ന് പറഞ്ഞ് ആരോപണത്തെ ലഘൂകരിക്കുന്നു. PK നവാസ് പിന്നീട് നടത്തിയ ഖേദപ്രകടനത്തിലും പെൺകുട്ടികളുടെ പരാതിയെ തള്ളുന്നുണ്ട്. പരാതിയിൽ ഉന്നയിച്ച വിഷയങ്ങൾക്ക് ഒരു പരിഗണനയും നൽകാതെയുള്ള ഒത്തുതീർപ്പിന് മുന്നിൽ വഴങ്ങേണ്ടെന്നാണ് ഹരിത തീരുമാനം. അതേസമയം സ്വാദിഖലി തങ്ങളുടെ വിയോജിപ്പുണ്ടായിരുന്നുവെങ്കിലും PK നവാസിനെതിരെ നടപടിയെടുക്കണമെന്നായിരുന്നു ബുധനാഴ്ച രാത്രി വൈകി നടന്ന ചർച്ചയിലുണ്ടായ ധാരണ. ഇന്നലെ രാവിലെ MSF നേതാക്കൾ ലീഗ് നേതൃത്വത്തെ കണ്ടതോടെ ഈ തീരുമാനം അട്ടിമറിക്കപ്പെടുകയായിരുന്നുവെന്നും ഹരിത നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യത. അറബിക്കടലിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയേക്കാം. മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങരുതെന്ന മുന്നറിയിപ്പുണ്ട്. നാളെ മുതൽ 30 വരെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമോ അതിശക്തമോ ആയ മഴയ്ക്കാണ് സാധ്യത. എറണാകുളം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലർട്ട്. തമിഴ്നാട് സേലത്ത് കേരള എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. കേരളത്തിലേക്ക് കടത്താനായി സ്വകാര്യ ഗോഡൌണിൽ സൂക്ഷിച്ച 10,850 ലിറ്റർ സ്പിരിറ്റാണ് റെയ്ഡിൽ പിടികൂടിയത്. കേസിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. പാലക്കാട് എക്സൈസ് ഇന്റലിജൻസും എക്സൈസ് എൻഫോഴ്സ്മെന്റും സംയുക്തമായി സേലത്ത് നടത്തിയ റെയ്ഡിലാണ്
വൻ സ്പിരിറ്റ് ശേഖരം പിടികൂടിയത്. സേലം ശ്രീനായിക്കാംപെട്ടിയിലെ സ്വകാര്യ ഗോഡൌണിൽ സൂക്ഷിച്ച 310 കന്നാസുകളിലായി 10,850 ലിറ്റർ സ്പിരിറ്റാണ് തമിഴ്നാട് പോലീസിന്റെ കൂടി സഹായത്തോടെ പിടിച്ചെടുത്തത്. കേസിൽ തിരുവനന്തപുരം കളിയിക്കാവിള സ്വദേശി കനകരാജ്, സേലം സ്വദേശി അരസ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശിയുടേതാണ് ഈ ഗോഡൌണെന്ന് അധികൃതർ പറഞ്ഞു. മധ്യപ്രദേശിൽ നിന്നും സ്പിരിറ്റ് എത്തിച്ച് സേലത്തെ ഗോഡൌണിൽ സൂക്ഷിച്ച ശേഷം പിന്നീട് ചെറിയ ലോഡുകളിലായി കേരളത്തിലേക്ക് കടത്തുമെന്ന് എക്സൈസ് വ്യക്തമാക്കി. സേലത്ത് നിന്നും കന്യാകുമാരി വഴിയും പാലക്കാട് വഴിയുമാണ് കേരളത്തിലേക്ക് സ്പിരിറ്റ് എത്തിക്കുന്നത്. 6 മാസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട് തിരുവള്ളൂരിൽ നിന്നും കേരളത്തിലേക്ക് കടത്താൻ സൂക്ഷിച്ച 20,000 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയിരുന്നു. അതിനുശേഷം നടക്കുന്ന വലിയ സ്പിരിറ്റ് വേട്ടയാണിത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സി സെന്തിൽകുമാർ റെയ്ഡിന് നേതൃത്വം നൽകി. ന്യൂസ് 18 പാലക്കാട്. കൊച്ചി ലഹരിമരുന്ന് കേസിലെ അട്ടിമറി ആരോപണത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ എൻ ശങ്കറിന് സസ്പെൻഷൻ. സിഐ ഉൾപ്പെടെ 4 പേരെ സ്ഥലം മാറ്റാനും ഉത്തരവായി. 4 ഉദ്യോഗസ്ഥരെയും എറണാകുളം ജില്ലയ്ക്ക് പുറത്തേക്കാണ് സ്ഥലം മാറ്റിയിട്ടുള്ളത്. എക്സൈസ് കമ്മീഷണറുടേതാണ് നടപടി. ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല അന്വേഷണത്തിനും എക്സൈസ് കമ്മീഷണറുടെ ശുപാർശയുണ്ട്. 2 കോടിയോളം രൂപ വില വരുന്ന മയക്കുമരുന്ന് പിടികൂടിയ കേസിൽ 2 എഫ്ഐആർ ഇട്ടതും പ്രതികളെ 2ാമത്തെ കേസിൽ നിന്ന് ഒഴിവാക്കിയതും വിവാദമായിരുന്നു. പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത മാൻകൊമ്പ് മഹസറിൽ ചേർക്കാത്തതും നടപടികളിലെ വീഴ്ചയായി. അന്തിമവാദം പൂർത്തിയായ ഉത്ര കൊലക്കേസിൽ വിധി പ്രഖ്യാപനം അടുത്ത മാസം. കൊല്ലം സ്വദേശി ഉത്രയെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചുവെന്ന കേസിൽ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി വിധി പ്രഖ്യാപനം നടത്തും. അടുത്ത മാസം 20-നാകും കേസ് വീണ്ടും പരിഗണിക്കുന്നത്. ഡമ്മി പരിശോധന ഉൾപ്പെടെയുള്ള തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കഴിഞ്ഞ വർഷം മെയ്യിൽ ഭർത്താവ് സൂരജ് ഉത്രയെ പാമ്പ് കൊണ്ട് കടുപ്പിച്ചു കൊന്നു എന്നാണ് കേസ്. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലെ 2ാം പ്രതി അർജുൻ നായികിയുടെ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. നേരത്തെ 2 തവണ ജാമ്യാപേക്ഷ കോടതി തള്ളിയതാണ്. തുടർന്നാണ് അർജുൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ കസ്റ്റംസ് ഇന്ന് കോടതി മുമ്പാകെ നിലപാടിൽ അറിയിച്ചേക്കും. കേസിലെ മറ്റ് പ്രതികൾക്ക് ജാമ്യം ലഭിച്ചുവെന്നും തള്ളിയെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തിയായെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയിട്ടുള്ളത്. ആരാധനാക്രമം വൈകിയിരിക്കുന്നത് സംബന്ധിച്ച് സിറോ മലബാർ സഭ സിനഡിന്റെ സുപ്രധാന തീരുമാനം ഇന്നുണ്ടാവും. 10 ദിവസം നീണ്ടുനിന്ന സിനഡ് വർഷകാല സമ്മേളനവും ഇന്ന് സമാപിക്കും. കുർബാനയുടെ ആദ്യ ഭാഗം ജനങ്ങൾക്ക് അഭിമുഖമായും പ്രധാന ഭാഗം ആൾത്താരയ്ക്ക് അഭിമുഖമായും നടത്തണം എന്നാണ് പുതിയ നിർദ്ദേശം. പുതിയ ആരാധനാക്രമം നിലവിൽ വരുന്നതോടെ കുർബാനയുടെ ദൈർഘ്യം കുറയും. എന്നാൽ പുതിയ പരിഷ്കാരം നടപ്പാക്കരുതെന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ സിനഡിനോടും വത്തിക്കാനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രാർത്ഥനാ ഏകീകരണം നടത്തുന്നതിൽ എതിർപ്പില്ല എന്നാണ് നിലപാട്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. കോവിഡിനെതിരായ ശക്തമായ പോരാട്ടത്തിലാണ്. എല്ലാ ദുർഘടപാതകളും മറികടന്ന് എല്ലാവരെയും വാക്സിനേറ്റ് ചെയ്യുന്നതിനുള്ള ശ്രമത്തിലാണ് രാജ്യമെമ്പാടുമുള്ള ആരോഗ്യ പ്രവർത്തകർ. ബീഹാറിലെ ബഘയിൽ ആശാ വർക്കർമാരാണ് വാക്സിനേഷൻ പ്രവർത്തനങ്ങളിലെ മുന്നണി പോരാളികൾ. എല്ലാ പ്രതിബന്ധനങ്ങളെയും തരണം ചെയ്താണ് ഇവർ ഈ യജ്ഞത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. നെറ്റ്വർക്ക് 18 ഫെഡറൽ ബാങ്ക് സഞ്ജീവനി ക്യാമ്പയിൻ. ദുർഘട വഴികളാണ് ബീഹാറിലെ ഭഗഹയിൽ നിന്നുള്ള പുറം ലോകത്തേക്കുള്ളത്. വാഹന സൗകര്യം നന്നേ കുറവ്. ഗ്രാമം വിട്ട് പുറത്തേക്ക് പോകുന്നത് തന്നെ വലിയ ശ്രമകരമായ കാര്യമാണ് ഇവിടെയുള്ളവർക്ക്. ഇത്രയും ദുർഘടമായ പ്രദേശത്ത് ജനങ്ങളെ കോവിഡിനെ ചെറുക്കാൻ തയ്യാറാക്കുകയാണ് ആശാവർക്കർമാർ. ട്രാക്ടറിൽ നാട്ടുകാരുമായി വാക്സിനേഷൻ ക്യാമ്പിലേക്കുള്ള അവരുടെ യാത്രയാണിത്. ദുർഘടമായ വഴി താണ്ടിയാണ് നാട്ടുകാരുമായി ആശാവർക്കർമാരുടെ ട്രാക്ടർ യാത്ര. പലയിടങ്ങളിലും ചക്രങ്ങൾ പുതഞ്ഞു പോകുന്ന ചെളിയാണ്. കല്ലും മണ്ണും നിറഞ്ഞ വഴികൾ. ഇതൊന്നും ദൗത്യം നിറവേറ്റുന്നതിൽ അവർക്ക് തടസ്സമല്ല. രാംനഗറിൽ നിന്നുള്ള ആളുകളുമായി അവർ നിത്യവും വാക്സിനേഷൻ ക്യാമ്പിലേക്ക് പോകുന്നു. കോവിഡ് മുക്ത ഭഗഹ എന്ന ലക്ഷ്യത്തിലാണ് ആശാവർക്കർമാരുടെ പ്രവർത്തനം. पैदल ट्रैक्टर छोड़ करके पैदल कीचड़ होते हुए पार करना पड़ा है जंगल. किसी तरह से हम लोग पहुंच गए हैं वहाँ और काम शुरू कर दिया है. കഴിഞ്ഞ മഴക്കാലത്തോടെയാണ് ഭഗഹയുടെ സ്ഥിതി ഇത്രയും പരിതാപകരമായത്. കനത്ത മഴയിൽ വഴികൾ ഒലിച്ചുപോയി. ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു. ഓരോ ഗ്രാമങ്ങളിലും യാത്ര ചെയ്ത് എത്തുക എന്നത് തന്നെ വലിയൊരു വെല്ലുവിളിയായി. ഈ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം മറികടന്നാണ് ഓരോ ആശാവർക്കറും ഇവിടങ്ങളിലെ ഗ്രാമങ്ങളിൽ എത്തുന്നത്. काम शुरू कर दिया है. लगभग 4,000 डोज वहाँ भेजा गया है पूरे जोन के लिए. तो हो सकता है आज नहीं पूरा होगा तो रह जाएगा, लोग करते आएंगे. ഭഗഹയുടെ ചുറ്റും കൊടും കാടാണ്. വനപാതകൾ താണ്ടിയാണ് ഭഗഹയിലേക്ക് എത്തേണ്ടത്. ജീവന്റെ വെളിച്ചം പകരുന്ന ദൗത്യമേറ്റെടുത്ത ആശാവർക്കർമാർ
സ്വജീവൻ പണയം വെച്ചാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതും മുന്നോട്ടു പോകുന്നതും. ന്യൂസ് 18 പട്ന. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളികളാവുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കായിക വാർത്തകൾ. ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ട് ശക്തമായ നിലയിൽ. ഒന്നാം ഇന്നിംഗ്സ് ബാറ്റിംഗ് തുടരുന്ന ഇംഗ്ലണ്ട് രണ്ടാം ദിനം കളമെത്തുമ്പോൾ 8 വിക്കറ്റ് നഷ്ടത്തിൽ 423 റൺസ് എടുത്തു. ക്യാപ്റ്റൻ ജോ റൂട്ടിന്റെ സെഞ്ചുറിയാണ് ഇംഗ്ലണ്ടിന് കരുത്തായത്. ടെസ്റ്റിലെ 23ാം സെഞ്ചുറി നേടിയ റൂട്ട് 121 റൺസ് എടുത്ത് പുറത്തായി. 63 റൺസ് എടുത്ത റോറി ബേൺസും 68 റൺസ് എടുത്ത ഹസീബ് ഹബീബും 70 റൺസ് എടുത്ത ഡേവിഡ് മലാനും ക്യാപ്റ്റന് മികച്ച പിന്തുണ നൽകി. ഇംഗ്ലണ്ട് ഇപ്പോൾ 345 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡുണ്ട്. തിരുവനന്തപുരത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയിൽ സഞ്ചാരികളുടെ തിരക്ക് തുടങ്ങി. ദിവസവും നൂറുകണക്കിന് ആൾക്കാരാണ് പൊന്മുടിയിലെത്തുന്നത്. കോടമഞ്ഞ് പുതച്ച് അണിഞ്ഞൊരുങ്ങിയാണ് പൊന്മുടി സന്ദർശകരെ വരവേൽക്കുന്നത്. ഈ റിപ്പോർട്ടോടെ ന്യൂസ് അപ്ഡേറ്റ് പൂർണ്ണമാവുന്നു. നമസ്കാരം. വല്ലാത്തൊരു സൗന്ദര്യമാണ് പൊന്മുടിക്കുന്നിനിപ്പോൾ. ആരെയും മയക്കുന്ന സൗന്ദര്യം. പലപ്പോഴും തൊട്ടടുത്തുള്ള കാഴ്ചകൾ പോലും മറയ്ക്കുന്ന മൂടൽ മഞ്ഞ്. എല്ലാ വർഷവും വരാറുണ്ട്. ഇത്രയും സമയം നിന്നപ്പോൾ നല്ല ക്ലൈമറ്റാണ്, നല്ല രസമാണ്. യുവത്വത്തിന് ആഘോഷം, കുടുംബങ്ങൾക്ക് ആഹ്ലാദം. വേറെ ലെവല്, ഒരു രക്ഷയില്ല ചേട്ടാ. അവിടെ പൊന്മുടി അന്മാതിരി വേറെ ലെവലാണ് സംഭവം. നൈസ് ക്ലൈമറ്റ്, വൈബ പോലുള്ള എല്ലാ ഇത് മൂടും ഉണ്ട്. പൊളി എണ്ണ പൊളി, വേറെ ലെവല്. കൊള്ളായിരുന്നു. താഴെ കുറച്ച് മഴ ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിലും സൂപ്പർ ക്ലൈമറ്റ് ആയിരുന്നു. ഇതുപോലൊരു ക്ലൈമറ്റ് നമ്മൾ ഇതുവരെ ഇവിടെ ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. ഇത് എന്തുകൊണ്ട് നല്ല ഇങ്ങനെയാണ് പൊന്മുടി ഇപ്പോൾ. മഞ്ഞു പെയ്ത് കോടയിറങ്ങി ആരെയും മോഹിപ്പിക്കുന്ന സൗന്ദര്യത്തിൽ. പൊന്മുടിയിൽ നിന്നും ആർ പ്രിയനൊപ്പം വി വി അരുൺ, ന്യൂസ് 18.